നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആരംഭിച്ചേക്കല്ലേ. വെക്കേഷൻ ടൈമിൽ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പിള്ളേരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും അല്ലേ, ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ ചൂട് കൂടിയിട്ട് എവിടേക്കെങ്കിലും ഒരു ഇത്തിരി തണുപ്പുള്ളിടത്തേക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളും തീരുമാനിക്കുകയാണ് എവിടേക്കെങ്കിലും പോകാമെന്ന്. പക്ഷേ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ തീരുമാനിക്കുകയാണ്, എന്നാൽ മൂന്നാറിൽ പോകാം, നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഏരിയയാണല്ലോ മൂന്നാർ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി. മൂന്നാറിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒട്ടും തണുപ്പ് തോന്നണില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ വട്ടവടയിലേക്ക് വിട്ടാലോ എന്ന്. പക്ഷെ വട്ടവട കഴിഞ്ഞ വർഷം പോയ കാരണം എന്നാൽ പിന്നെ കാന്തല്ലൂരിലേക്ക് ആവാം യാത്ര എന്നായി. കാന്തല്ലൂർ ഒരു 17 വർഷം മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാന്തല്ലൂരല്ല കേട്ടോ, ഇപ്പോഴത്തെ കാന്തല്ലൂരൊക്കെ ചേഞ്ചായി. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഒരു 12 മണി നേരമായപ്പോൾ അടിമാലി ഭാഗത്ത് എത്തിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ, റോഡ് സൈഡിൽ തന്നെ കണ്ടതാണ്. ഫാം യാർഡ് ഹോട്ടൽ. നമുക്ക് വേണ്ട എല്ലാ ഫുഡും അവിടെ ഉണ്ട്. അത്യാവശ്യം എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്, പക്ഷെ അവർ നല്ല സ്പീഡിൽ തന്നെ കാര്യങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും അവരവരുടെ ഫുഡ്, ചോറും ബിരിയാണിയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പൊറോട്ടയും എല്ലാം വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മുടെ യാത്ര അതേ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പോണ ഒരു സ്ഥലമാണല്ലോ ഒരു ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിറയെ എഴുതി വെച്ചിട്ടുണ്ടാവും, നിറയെ ഔട്ട്ലെറ്റുകളുള്ള കാരണം. അങ്ങനെ ഫസ്റ്റ് കണ്ടുവരണത്തിൽ ഞങ്ങൾ കയറാണ്. ചുമ്മാ ഒന്ന് കയറി കുറച്ച് പിള്ളേർക്കുള്ള ചോക്ലേറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറൈറ്റി ചോക്ലേറ്റുകളുണ്ട്, നട്ട്സ് ഇട്ടതും ഫ്രൂട്ട്സ് ഇട്ടതും പല ഫ്ലേവറിലായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഐസ് ടീകൾ പിള്ളേരെടുത്തുകൊണ്ട് വരുന്നുണ്ട്, നല്ല തണുത്ത എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാത്തിൻ്റെയൊക്കെ വില നോക്കി അവിടെ വയ്ക്കുകയാണ്. നല്ല റേറ്റ് ഉണ്ട്. സാധാരണ മലയാളികളെല്ലാം ചെയ്യണ പോലെ തന്നെ എല്ലാത്തിൻ്റെയും വില നോക്കും. വില കാണുമ്പോൾ പേടിച്ചതൊക്കെ അവിടെ എടുത്ത് വയ്ക്കും. 1-2 സാധനങ്ങൾ എന്തെങ്കിലും പിക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങളും 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. ഈ ടീ നല്ലതായിരുന്നു കേട്ടോ, നല്ല തണുത്തിരിക്കണ തന്നെ നല്ല രസമുണ്ട്. ഇതാണ് വാനില സ്റ്റിക്ക്. ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഒരു 950 രൂപ എന്ന് എഴുതി വെച്ചേക്കണേ. ഒരു ചെറിയൊരു 100 ഗ്രാമാന്ന് തോന്നുന്നു അതിൻ്റെ പാക്ക്. ഇത് നമ്മൾ ഫോറിനേഴ്സിൻ്റെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ കാണാൻ പറ്റണതാണ്. അവർ വാനില എസെൻസിന് പകരം യൂസ് ചെയ്യണതാണ്. അതുപോലെ തന്നെ കോഫി പൗഡറും ടീ പൗഡറുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും നോക്കി നമ്മളിങ്ങനെ ഏതാ വാങ്ങണ്ടേന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റിന് ഒരു 250 ഗ്രാമിന് 400 രൂപയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്താണ് മിനിസ്റ്റേഴ്സ് മാൻഷൻ കാന്തല്ലൂർ. വോയ് ഹോംസിൻ്റെ ഒരു റിസോർട്ടാണ് ഞങ്ങളവിടെ ബുക്ക് ചെയ്യാണ്ട് ഓൺലൈനിൽ കണ്ട അപ്പം തന്നെ ഫോൺ വിളിച്ച് ഞങ്ങൾ എടുക്കണത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ആയ കാരണം, ഇരുട്ടായ കാരണം നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും പിടിച്ചില്ല. അവിടുത്തെ ആ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ രാത്രി കിടന്നുറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. കൈകാലൊക്കെ നല്ല ഐസ് പോലെയാവുന്നുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റണ തണുപ്പുള്ളൂ കേട്ടോ. രാവിലെ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട്, ടോയ്ലറ്റിൽ പോകാനും വെള്ളമൊക്കെ തുറക്കുമ്പോൾ തണുപ്പ് കൂടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഞങ്ങളെടുത്തേക്കണ ഈ റിസോർട്ട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പ്രീമിയം ഒന്നുമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. രാവിലെ തന്നെ ദേ അവിടുത്തെ നല്ല ഫ്ലവേഴ്സുകളും നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ച്. നല്ല പനിനീർ റോസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല തണുപ്പുള്ള കാരണം നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. യെല്ലോ കളറിലും റെഡ് കളറിലും പർപ്പിൾ കളറിലും ഒക്കെ നിറയെ പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് ഇങ്ങനെ നടക്കണം കേട്ടോ. കുറച്ച് ഫോട്ടോ ഒക്കെ അതിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല തണുത്ത ഒരു മോർണിംഗ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നലെ എടുത്തേക്കണ വില്ല. 4 ഫാമിലിക്ക് താമസിക്കാൻ മാതിരിയായിട്ടാണ് ഒരു വില്ല. അങ്ങനത്തെ കുറച്ച് വില്ലാസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവരുടെ ഈ കാണുന്നതാണ് നമ്മുടെ
പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് ഞാൻ ഇവിടെ അധികം കണ്ടിട്ടില്ല. നമ്മൾ പുറത്തൊക്കെയാണ് ഇത് കണ്ടേക്കണത്. അവിടെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ഇവിടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പഴുക്കാത്ത കാരണം നമ്മൾക്ക് അത് കഴിക്കാനും പറ്റിയില്ല കേട്ടോ. അങ്ങനെ മോളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് വരാണ്. അത് കിച്ചൺ കിടക്കുന്നത് താഴെയാണ്. അപ്പോൾ കിച്ചൺ ഓപ്പൺ ആവണത് 8:30 ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങണതാണ് കേട്ടോ. ഇവരുടെ പൂള് വലിയ വലുപ്പമുള്ള പൂളല്ല, ചെറിയ പൂളാണ്. പക്ഷെ നമുക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, കുളിക്കണതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കാണാനായിട്ട് വലിയ വലുപ്പമുള്ള പൂളല്ല എന്ന് മാത്രം. അങ്ങനെ പിള്ളേരൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ കുളിച്ചില്ല, നല്ല തണുപ്പുള്ള കാരണം എനിക്ക് മടി. ഇതാണ് ഡാൻസിങ് ഡോൾ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് നമ്മൾ ഊട്ടിയിലൊക്കെ പല വെറൈറ്റി കാണാറുണ്ട്. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, പല പല കളേഴ്സിൻ്റെ ഈ ഡാൻസിങ് ഡോളുകളുണ്ട്. പിന്നെ നമ്മുടെ ഈ സുന്ദരിപ്പൂവും ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല സുഖമാണ്. നമ്മളുടെ ആ ബിസി ആയിട്ടുള്ള ലൈഫിൽ നിന്ന് മാറി ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കണതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൽ. 8:30 ആയപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. നല്ല പൂരിയും ഇഡലിയും ബ്രെഡും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോവാണ്. അതിനുള്ള ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോണത് നമ്മുടെ അവിടെ അടുത്ത് തന്നെയാണ് ഈ ഹണി റോക്ക്. അത് കാണാനാണ് ഫസ്റ്റ് തന്നെ പോണത്. മലയാറ്റൂർ മല കയറാനായിട്ട് വിളിച്ചപ്പോൾ ആർക്കും വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. സെയിം മലയാറ്റൂർ മല പോലെ തന്നെ ഇത് കയറ്റായിരുന്നു കേട്ടോ. പക്ഷെ രസമായിരുന്നു. കുറച്ച് കയറിയുള്ളൂ, ഫുള്ള് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അവിടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ചെന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് വിസ്മയ കാഴ്ചകൾ കാണുന്നത്. വീട്ടിലൊരു ചെറിയ തേനീച്ച കൂട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയൊക്കെയായിരുന്നു. ഇതിൻ്റെ ഈ മലയുടെ അടിയിൽ ചെന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഇത് കണ്ട നിറയെ തേനീച്ചക്കൂടുകളാണ്. വൻതേനാണ്. ഇതിൻ്റെ അടിയിൽ ഹണി വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ തേനാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വാങ്ങണേ. ഇത് വൻതേനാണ്. ഇത് കഴിക്കില്ല എന്ന് അവിടെ ഉള്ളവർ പറയണേട്ടത്. ചെറുതേനാണ് താഴെ വിൽപ്പന കേട്ടോ. എന്നാലും ഇത് നമുക്ക് വേറെ എങ്ങും ഇതുമാതിരി കാണാൻ പറ്റില്ലല്ലോ. ആ കാഴ്ച ഞങ്ങൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെയും ഒരു സെൽഫിയൊക്കെ എടുത്തു. സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സ്ട്രോബെറി തോട്ടം കാണാൻ പോണ്. അങ്ങനെ സ്ട്രോബെറി ഫാം കാണാനാണ് ഫസ്റ്റ് പോണത്. സെക്കൻഡ് പോണത് സ്ട്രോബെറി ഫാം കാണാനാണ്. ചൂട് കാരണം അത്യാവശ്യം മോശം രീതിയിലാണ് കിടന്നിറങ്ങേട്ടോ. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഞങ്ങൾ. ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് കാണാനാണ് ഞങ്ങൾ പോണത്. പണ്ടൊക്കെ ഇത് ഇത്രയും ഫേമസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ അവിടെ ആകെ ചേഞ്ചായി. ഒരുപാട് പേര് ആ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് വന്ന് അതൊരു വലിയൊരു സംഭവമാക്കി എടുത്തേക്കാണ് കേട്ടോ. ഒരു ട്രീ ഹൗസ് ഉണ്ട്, 2 ട്രീ ഹൗസ് ഉണ്ട് അവിടെ. അതിലൊരെണ്ണത്തിൻ്റെ മുകളിൽ ഞങ്ങൾ ഇതേ പഠിച്ച് കയറുന്നുണ്ട് എല്ലാവരും. അതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോഴാണ് എന്ത് സുഖമാണെന്നറിയോ. 12 മണി 1 മണി നേരമാണ് ആ സമയം. ഭയങ്കര വെയിലാണ്. പക്ഷെ നമുക്ക് വേർക്കലൊന്നും ഉണ്ടാവില്ല, പകരം നല്ല കാറ്റാണ്. ആ കാറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കാറ്റിൻ്റെ ശക്തി കൂടാണ്. നല്ല കൂളിംഗാണ് നമുക്കപ്പോൾ നല്ല സുഖം. ഇതിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കാണാൻ പറ്റും. 360 ഡിഗ്രി കാണാൻ പറ്റണ പോലെയാണ്. ഫുള്ള് ഈ സൈഡ് ആ സൈഡൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു കുതിര സഫാരി കൂടി ഉണ്ട്. ഒരു കുതിരയുടെ പുറത്ത് കയറി നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കറങ്ങി വരുന്നതിന് 100 രൂപയും കണ്ട. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയില്ല. പണ്ടൊക്കെ കയറിയേക്കണ കാരണം ആർക്കും പിള്ളേർക്കൊന്നും കയറണ്ടെന്ന് പറഞ്ഞ കാരണം പിന്നെ ആരും കയറിയില്ല.
അങ്ങനെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ തങ്ങി നിന്നു കേട്ടോ, നല്ല സുഖമുള്ള കാരണം. അതിനുശേഷം ഞങ്ങളിതേ ഇറങ്ങാണ്. ഈ ഭ്രമരം ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആപ്പിളിൻ്റെയും ഗ്രീൻ ആപ്പിളും സാധാരണ ആപ്പിളിൻ്റെ ഒക്കെ കുറച്ച് പ്ലാന്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ പിടിച്ചില്ല. അങ്ങനെ നിറയെ ട്രക്കുകളാണ് കേട്ടോ, ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. അതൊരു വാട്ടർഫോൾസ് കാണാനാണ് പോണത് കേട്ടോ. അല്ല, അതിന് മുമ്പ് ഞങ്ങളൊരു സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ആഴമുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല താഴ്ചയിൽ കാണാൻ പറ്റും. അതിന് മുകളിൽ മൂന്നാറ് ഭാഗത്തേക്കൊന്നും ഇത്ര ആഴമില്ല, ഇത് നല്ല ആഴമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പിള്ളേരുകളൊക്കെ ഇതേ പോണ്ട്. മൂത്തോൻ ഇളയതിനെ പിടിച്ച് പോയി പോണുണ്ട്. രണ്ടാമത്തെ ആൾ പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. നല്ല കാറ്റൊക്കെ ഉള്ള കാരണേ നല്ല സുഖാന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ ദേ വീണ്ടും വരുന്നുണ്ട്. അവള് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ സെലന. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു സൂര്യകാന്തിയുടെ ഒരു പാടം, ഒരുപാട് വലിപ്പമൊന്നുമില്ല, അതും കണ്ട് അവിടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാണ്. ഒരു വാട്ടർഫോൾ കാണാനാണ്. ഇത് കച്ചാരം വാട്ടർഫോൾ. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു ലേഡിയുടെ അവരുടെയാണ്. അപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ ഫീസ് കൊടുത്തിട്ടാണ് അത് കാണുന്നത് കേട്ടോ. 50 രൂപ ഒരു ഫീസ് ഉണ്ട്. ഇത് പക്ഷേ വേനൽക്കാലമായ കാരണം ഈ ഒരു സൈഡിൽ മാത്രമേ വെള്ളച്ചാട്ടമുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത് ഫുള്ള് നിറഞ്ഞൊഴുകും കേട്ടോ. പക്ഷേ ഇവിടുത്തെ തണുത്ത വെള്ളമായ കാരണം നമുക്ക് കാലൊക്കെ നനയ്ക്കുമ്പോൾ നല്ല സുഖം. ഞങ്ങളാരും കുളിച്ചില്ല, കാരണം നമുക്ക് ട്രക്കിങ്ങിന് പോകേണ്ടതായ കാരണം കുളിച്ചൊന്നുമില്ല. പക്ഷെ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് കാലൊക്കെ തണുത്ത് വരച്ച് നിൽക്കായിരുന്നു കുറച്ച് നേരം കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ചെന്ന് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ. അങ്ങനെ അടുത്തത് ഞങ്ങൾ ജാഗറി പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് പോണത്. ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. പണ്ടൊക്കെ ഈ ശർക്കരയുടെ വാർപ്പ് ഇങ്ങനെ 2 പേര് കൂടി ഇങ്ങനെ ചെരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴൊക്കെ അതിനൊക്കെ മെഷീനും പ്രോസസ്സൊക്കെ വ്യത്യാസമായി. ഇവിടെ കരിമീൻ ജ്യൂസ് ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇതാണ് ശർക്കര മിക്സ് ചെയ്യണ, ചുക്കിട്ടിട്ട് മിക്സ് ചെയ്യണ ശർക്കരയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശർക്കര അങ്ങനെ ജ്യൂസ് ഇങ്ങനെ വറ്റിച്ച് ശർക്കരയാക്കിയിട്ട് അതിലേക്ക് ചുക്കിടുന്നു. ഇത് അതുപോലെ തന്നെ മസാല ശർക്കര, ചുക്കിൻ്റെ ശർക്കര, സാദാ ശർക്കര, അങ്ങനെ പല ശർക്കരയുടെ വെറൈറ്റികളുണ്ട്. അപ്പോൾ ആ ചേച്ചി നമുക്ക് സാമ്പിൾ തരുന്നുണ്ട്. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാല ശർക്കരയാണ് വാങ്ങിയത്. മസാലയിൽ പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ജീരകം, ചുക്ക്, ഏലക്കായ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനും നല്ലതാണ്. ജീരകം ഒക്കെ ഇട്ടേക്കണ കാരണം ഫ്ലേവറായിട്ട് നമുക്ക് അഡീഷണൽ ഒന്നും ചേർക്കണ്ട. പ്രത്യേകിച്ച് നമുക്ക് ചക്കയുടെ സമയമല്ല, അപ്പോൾ ചക്കട ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അത് തിന്നുമ്പോൾ നമുക്ക് ആ ഫീല് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഈ വാർപ്പിലൊക്കെ ഇതേ കണ്ട ജ്യൂസ് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ ശർക്കര ആയിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കരയിൽ അവർ ചുണ്ണാമ്പാണ് ചേർക്കണത്, വേറെ ഒന്നും സാധനങ്ങൾ ചേർക്കണില്ല എന്നാണ് പറഞ്ഞത്. ചുണ്ണാമ്പ് മിക്സ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ശർക്കരയൊക്കെ വാങ്ങി എൻ്റെ അപ്പുറത്തെ ചേച്ചിയുടെ അടുത്തുനിന്ന് ജ്യൂസും വാങ്ങി കുടിക്കുന്നുണ്ട്. നല്ല തണുത്ത ജ്യൂസായിരുന്നില്ല, എന്നാലും ജ്യൂസും വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ട പ്ലെയിൻ ജാഗറി പൗഡർ, ജിഞ്ചർ ജാഗരി, മസാല ജാഗരി, അങ്ങനെ 200 രൂപയാണ് മസാലയുടെ ജാഗരിക്ക്. അപ്പോൾ അതാണ് ഞങ്ങൾ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ്. നമ്മുടെ നാട്ടിൽ കുടിക്കുമ്പോൾ ഒരു വാട്ടവെള്ളമാണ്, പക്ഷേ ഇവിടെ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിത് അടുത്ത ഇനി പോണതാണ് മുരുകൻ മല. ഓ, ഇതൊരു 1.5 ട്രക്കിംഗ് ആണ് കേട്ടോ.
ഇത് ഈ ട്രക്കിങ് പോവാത്തവർ നിർബന്ധമായിട്ടും പോകണം. അത്രയ്ക്ക് ഒരു പ്രത്യേകതയാണ്. അതായത് ഈ ജീപ്പിൻ്റെ ചക്രം ഒരെണ്ണം പോലും ടച്ച് ചെയ്യണ്ടോയെന്ന് സംശയമാണ്. അതുമാതിരി ഒരെണ്ണത്തിന് തുമ്പ് മാത്രമേ ടച്ച് ചെയ്യണുള്ളൂ. എയറിൽ പോണ പോലെ കൊണ്ടുപോകണം. ഞാൻ ഇത്രയും വർഷം പോയിട്ടുള്ളതിൽ ഏറ്റവും ഇതായിട്ടുള്ള തോന്നിയിട്ടുള്ള ട്രക്കിങ്ങാണിത്. ഭയങ്കര കുടുക്കാണ് കേട്ടോ. നല്ല, പക്ഷെ നമുക്ക് പേടിയൊക്കെ തോന്നും, എന്നാലും നല്ല രസമാണിത് പോകാൻ. മസ്റ്റായിട്ടും പോകേണ്ട ഒരു ട്രക്കിങ് തന്നെയാണ് കേട്ടത്. ഇത് പിന്നെ മറ്റേ സെൽഫി 360 അത് എടുക്കണുണ്ട്. നമുക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ റീൽ എടുത്ത് തരും. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി കാന്തല്ലൂർ ഫുള്ള് കാണാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ പോണത് സാൻഡൽ, ഇത് മുഴുവൻ ചന്ദനത്തോട്ടങ്ങളാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ചന്ദനത്തോപ്പുകൾ, കേരള ഫോറസ്റ്റ്. അത് കുറേ കണ്ട്, അത് കാണുന്നതിൻ്റെ ഇടയിൽ അതിലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മാനിനെയും കുരങ്ങന്മാരെയൊക്കെ കാണാം. ഞങ്ങൾ വീഡിയോ പിടിച്ചില്ല കേട്ടോ, വീഡിയോ മിസ്സായിപ്പോയി. ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പം അത് എടുക്കാൻ പറ്റിയില്ല. എന്നാൽ അത് നമുക്ക് കാണാൻ പറ്റും. കുറേ മാനിനെയും കണ്ടു, കുരങ്ങന്മാരെയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ, ഈ കാന്തല്ലൂരിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ വെക്കേഷനിൽ പോകാൻ പറ്റിയ, നമ്മുടെ ചൂട് സമയത്ത് പോകാൻ പറ്റിയ, നമ്മളുടെ സമയത്ത് എല്ലാ ഏരിയകളിലും ചൂട് തന്നെയാണ്, പക്ഷേ അതിൽ ചൂട് കുറഞ്ഞൊരു ഏരിയയാണിത്. പിന്നെ മക്കോഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കയറി കണ്ടത്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പലവരുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാറുള്ളൊരു ഫാക്ടറിയാണിത്. ഇവിടെ ചോക്ലേറ്റിൻ്റെ പല പല പ്രോസസ്സുകൾ അവർ നമുക്ക് പറഞ്ഞു തരും. ഇത് പലതരത്തിലുള്ള ടീകളാണ്, നല്ല റേറ്റാണ്. ഗ്രീൻ ടീ, പിന്നെ ചെറിയ തരിയുള്ളത്, വലിയ തരിയുള്ളത്, അങ്ങനെയൊക്കെ പലതരം വെറൈറ്റി. പിന്നെ ഇവിടെ അടിപൊളി ചോക്ലേറ്റുകളൊക്കെ കിട്ടും കേട്ടോ. ചോക്ലേറ്റിൻ്റെ റേറ്റ് സെയിം തന്നെ, 400 രൂപയ്ക്ക് 250 ഗ്രാം. നമ്മൾ ആദ്യം പോയ സ്ഥലത്തും സെയിം തന്നെ. പക്ഷേ ഇവിടുത്തെ കൊക്കോ പൗഡറൊക്കെ ഉണ്ട്, ഭയങ്കര റേറ്റാണ്. എന്നാലും അത്യാവശ്യം ആളുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൊക്കോൻ്റെ പല പല സ്റ്റേജുകളാണിത്. ഇതൊക്കെ നമ്മളിങ്ങനെ മണത്ത് നോക്കുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ അതിനൊക്കെ. റോസ്റ്റ് ചെയ്ത ചോക്ലേറ്റുകൾ. പിന്നെ അത് അവിടെ നിന്ന് പോയി ബട്ടറൊക്കെ, കൊക്കോ ബട്ടറൊക്കെ ആയി. അതിനുശേഷം ചോക്ലേറ്റായി വരുന്ന പ്രോസസ്സുകൾ. അത് കഴിഞ്ഞത് ചോക്ലേറ്റ് ആക്കണത്, നട്ട്സൊക്കെ ഇട്ടിട്ട് ചോക്ലേറ്റ് റെഡിയാക്കി തരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. കൊക്കോൻ്റെ ഒരു ട്രീം അവർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഫോറിനേഴ്സിനെയാണ് അവർ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കഫേ കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ മുകളിൽ പോയിട്ട് ഡ്രിങ്കിങ് ചോക്ലേറ്റാണ്. അപ്പോൾ ഒരെണ്ണം വാങ്ങി ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ചോക്ലേറ്റ് തന്നെയാണ് കേട്ടതും. ഈ സീസണിൽ വെള്ളച്ചാട്ടം വളരെ കുറവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് ട്രക്കിങ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.